ഹായ് വെൽക്കം ടു മീനൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്മസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ക്രിസ്മസിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്, പക്ഷേ അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, പിന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ചേച്ചി ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിത്തേക്ക് ബെറോട്ട എന്തായാലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചേച്ചിയുടെ മോൻ അതിൻ്റെ മാവൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദമ്മിടാൻ വേണ്ടിയിട്ട്. അത് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത്. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അവനും കുറേ ബലൂൺസൊക്കെ എടുത്ത് പെരുക്കി അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മോനും. പിന്നെ മോളെന്തോ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മോൻ്റെ സ്കൂളിലെ സെലിബ്രേഷനാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ ഓക്കെ ആയി. ഇനി അത് കുറച്ച് ദമ്മിടണം. പിന്നെ പ്ലേറ്റൊക്കെ കഴുകിയെടുത്തു. പിന്നെ അടുത്ത് രാത്രിത്തേക്കുള്ള ബെറോട്ടയിൽ തുണിയിട്ട് കുറച്ച് നേരം നനഞ്ഞ തുണി വെക്കണമല്ലോ, കുറച്ച് അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ബിരിയാണിയൊക്കെ റെഡിയായി. അതുകൊണ്ടൊന്ന് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ബിരിയാണി സെർവ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാമേ. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഞാനത് കഴിച്ച് നോക്കി. ഫസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. കുട്ടികൾക്ക് കൊടുക്കും മുമ്പേ ടേസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ സൂര്യക്കുട്ടന് പപ്പടം കൊടുത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ മാവുണ്ടല്ലോ, അത് പിന്നെ ബോൾ പിടിച്ച് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നാരങ്ങ വെള്ളം റെഡിയാക്കി. എനിക്കറിഞ്ഞൂടാ, എന്തായാലും അവനത് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും സെക്കൻഡ് ടൈമാണ് മോൻ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. എന്തായാലും അവൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പഠിച്ചതിൽ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ വയ്യാതിരുന്നാലും നമുക്ക് വെള്ളമെങ്കിലും ഇട്ട് തരുമല്ലോ. നമ്മുടെ വീട്ടിൽ ഷെഫ് ബെറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴയെ കിടക്കുന്ന കീറിയ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തൊക്കെ ആക്കി കൂട്ടിയിട്ടുണ്ട് അവൾ. ചേച്ചിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ബെറോട്ടയൊക്കെ സെറ്റായി. ചേട്ടനാണ് ബെറോട്ട അടിച്ച് ശരിയാക്കുന്നത്. അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ റെഡിയായി. അപ്പോഴാണ് കുട്ടികൾക്കെല്ലാം ഒരു ആഗ്രഹം. മോഹൻലാലിൻ്റെ പടം ഇന്ന് റിലീസാവുകയാണ്, ബറോസ്. അത് 3D ആണ്. അപ്പോൾ പിള്ളേർക്കെല്ലാം കാണണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള ക്രിസ്മസൊക്കെയാണ്. ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പൻ കോവിലിൽ നാളെ 41 അപ്പോൾ അതിൻ്റെ വിശേഷവും മാറാട്ടവും ഒക്കെയാണ്. അതാണ് ലൈറ്റൊക്കെ ഫുള്ളും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ നമുക്കത് കാണാനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടായി. കുറച്ച് ഫ്ലോട്ടും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അതുമാത്രമല്ല, ഭഗവാനെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എഴുന്നള്ളിപ്പ് ആനയായിട്ട് വരുന്നതൊക്കെ കാണാൻ പറ്റി.
അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കാണാൻ. ഹനുമാൻ പോകുന്നുണ്ടോ, തെയ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാനെയും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ആനയുടെ അപ്പു എന്നാണ് ആനയുടെ പേര്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മോന് ചിരി വന്നു. എൻ്റെ മോനെ വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പുവാണ്. അപ്പോൾ എന്തായാലും അതും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നേരെ സിറ്റിയിലോട്ട് എത്തിയായിരുന്നു. ഇത് മ്യൂസിയമാണ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര വലിയ ലൈറ്റുകളൊന്നും ഇപ്രാവശ്യം ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യമുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. ഇത് നമ്മുടെ സ്വന്തം പാളയം പള്ളിയാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള തന്നെ നമ്മുടെ ഗണപതിയുടെ അമ്പലം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് എന്തായാലും നമ്മൾ നേരെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരേ ഒരു ആശ, ഫോട്ടോ എടുക്കണമെന്ന് മോഹൻലാലിൻ്റെ കൂടെ നിന്ന്. പിന്നെ എന്തായാലും ആശ നമ്മൾ സാധിച്ചു കൊടുത്തു. ബറോസ് കാണാനുള്ള സന്തോഷത്തിലും അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെയാണ് കുട്ടികൾ. പിന്നെ ഞാനും എടുത്തു സെൽഫി. എന്തായാലും നമ്മൾ തിയേറ്ററിലെത്തി. അപ്പം പടം തുടങ്ങാനായിട്ട് പോവുകയാണ്. പടമൊക്കെ തുടങ്ങി. കുട്ടികൾ എന്തായാലും വലിയ ത്രില്ലൊക്കെയാണ്. അപ്പോൾ എന്തായാലും പടമെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അറിയിക്കാം പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും പടമെല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം കുട്ടികളുടെ 3D പടമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ആ സന്തോഷം എൻ്റെ മോണിൽ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ കണ്ട സ്ഥലമാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ തിരിച്ചെന്തായാലും ഒരു 12:30 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടെത്തി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ക്രിസ്മസിന് കേക്ക് മുറിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ കേക്ക് മുറിക്കണം. അപ്പോൾ മോന് തന്നെ മുറിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ മോൻ തന്നെ മുറിച്ചു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടെ പറയുന്നു, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു ഇയർ തന്നെ ആവട്ടെ 2025. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.